കൊയിലാണ്ടിയിലെ താമരപ്പാടം കണ്ടപ്പോൾ മുതൽ കാർത്തിക്കുട്ടിക്കും കാശിക്കുട്ടിക്കും അത് കാണാൻ പോകാൻ ഭയങ്കര ആഗ്രഹം. പിന്നെ ദൂരം കുറച്ച് കൂടുതലായതുകൊണ്ടും പോക്ക് റിസ്ക് ആയതുകൊണ്ടും അടുത്തുള്ള ഒരു ആമ്പൽപ്പാടം കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ പിള്ളേരെയും കൂട്ടി ഞങ്ങളിങ്ങ് പോന്നു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പൂതാടി ഗ്രാമപഞ്ചായത്തിലെ വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ആമ്പൽപ്പാടാണ് കേട്ടോ. 2023 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നവീകരിച്ചതാണിത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. അമൃത സരോവർ എന്നാണ് കേട്ടോ ഈ ആമ്പൽക്കുളത്തിൻ്റെ പേര്. ഇത് കുറച്ച് കാടിൻ്റെ നടുക്കാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റിസോർട്ടും ഉണ്ട്. ആ റിസോർട്ടിൽ നിന്ന് ഈ കുളത്തിലേക്കുള്ള വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ആമ്പലിൻ്റെ നിറം മുൻകൂട്ടി കണ്ടാണ് ഈ കളർ ഡ്രസ്സ് ഇട്ടത്. എന്തായാലും വന്ന സ്ഥിതിക്ക് 4-5 ഫോട്ടോ എടുക്കാതെ പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ തീരത്തേക്ക് കുറേ മരങ്ങൾ വീണ് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് നിന്ന് വർത്താനം പറയാനും കുറച്ച് നേരം കളിക്കാനൊക്കെ ഒരു രസമുണ്ടായിരുന്നു. എന്തായാലും ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനും കാർത്തിക്കുട്ടിയും കൂലങ്കുശമായ ചർച്ചയിലേക്ക് കടന്നു. സ്കൂൾ തുറക്കുന്നതിനെക്കുറിച്ചും നേരത്തെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും ലഞ്ച് എന്ത് കൊണ്ടുപോകും, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊണ്ടുപോകും, ആദ്യമായിട്ട് സ്കൂളിൽ പോണ കാശിക്കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നതൊക്കെയായിരുന്നു മെയിൻ ചർച്ച. ഇനിയും കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകണതിൻ്റെ നല്ല ടെൻഷൻ കാർത്തിക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഏട്ടന്മാർക്ക് എപ്പോഴും അനിയന്മാരെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമായതുകൊണ്ടും 2 കൈ നീട്ടി കാർത്തിക്കുട്ടി അതങ്ങോട്ട് സ്വീകരിച്ചു എന്ന് പറയാം. എന്തായാലും ചർച്ചയൊക്കെ കഴിഞ്ഞ് ആമ്പല് കണ്ട ആശ തീർത്ത് കുറച്ച് നല്ല ഫോട്ടോസും എടുത്ത് ഞങ്ങളിങ്ങ് പോരാന്ന് വെച്ചു. എന്തായാലും എടുത്ത ഫോട്ടോ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.